ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഷിബു ജെയിംസ്. സാ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. 2024 ലോഗോസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത്. 2024 ലോഗോസിന് 2 കോറിന്തോസിൽ നിന്ന് പഠിക്കാനുള്ള മുഴുവൻ അധ്യായങ്ങളിൽ നിന്നായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളും ഓപ്ഷൻസും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 4 പുസ്തകങ്ങളിൽ നിന്നായി 32 അധ്യായങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. 32 അധ്യായങ്ങളിൽ നിന്ന് 4000-ഓളം ചോദ്യങ്ങൾ തയ്യാറാക്കി വീഡിയോയാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ PDF ആവശ്യപ്പെട്ട് പലരും മെസ്സേജ് ചെയ്യുന്നു. അത് തയ്യാറാക്കി നൽകുന്നുണ്ട്. ആർക്കെങ്കിലും അതിന്റെ PDF ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ അയച്ചു തരുന്നതായിരിക്കും. 200 രൂപയാണ് PDF-ന്റെ ചാർജ്. ഒന്നാമത്തെ ചോദ്യം, പൗലോസ്ലീഹായുടെ എന്താണ് അശക്തമാണെന്ന് ചിലർ പറയുന്നത്? ഓപ്ഷൻ എ എഴുത്ത്, ബി ശാരീരിക സൗന്ദര്യം, സി സംസാരം, ഡി പ്രസംഗം. ശരിയുത്തരം ഓപ്ഷൻ ബി ശാരീരിക സൗന്ദര്യം. ചോദ്യം 2, ആരുടെ ഗണത്തിൽപ്പെടാനോ ഞങ്ങളെ അവരോട് താരതമ്യം ചെയ്യാനോ ഞങ്ങൾ തുനിയുന്നില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പ്രസംഗകരുടെ, ബി പ്രവാചകരുടെ, സി ആത്മപ്രശംസ നടത്തുന്നവരുടെ, ഡി അവിശ്വാസികളുടെ. ശരിയുത്തരം ആത്മപ്രശംസ നടത്തുന്നവരുടെ. ചോദ്യം 3, ആത്മപ്രശംസ ചെയ്യുന്നതിൽ പൗലോസിനും കൂട്ടുകാർക്കും പരിധി നിശ്ചയിച്ചു നൽകിയിട്ടുള്ളതാര്? ഓപ്ഷൻ എ മോശ, ബി ദൈവം, സി പത്രോസ്, ഡി യേശു. ശരിയുത്തരം ഓപ്ഷൻ ബി ദൈവം. ചോദ്യം 4, ആരുടെ സുവിശേഷവുമായി നിങ്ങളുടെ അടുത്ത് വന്നത് ഞങ്ങളാണല്ലോ എന്നാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ, ബി ക്രിസ്തുവിന്റെ, സി പിതാവിന്റെ, ഡി ദൈവാത്മാവിന്റെ. ശരിയുത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ. ചോദ്യം 5, എന്ത് സ്വായത്തമാക്കി അതിരു കവിഞ്ഞ് അഹങ്കരിക്കുന്നവരല്ല ഞങ്ങൾ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം, ബി മറ്റുള്ളവരുടെ സ്നേഹം, സി മറ്റുള്ളവരുടെ അധ്വാനം, ഡി മറ്റുള്ളവരുടെ സമ്പാദ്യം. ശരിയുത്തരം ഓപ്ഷൻ എ അന്യരുടെ പ്രയത്നങ്ങളുടെ ഫലം. 6-ാമത്തെ ചോദ്യം, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കുന്നതിനനുസരിച്ച് നിങ്ങളുടെ ഇടയിൽ ഞങ്ങളുടെ എന്ത് പൂർവോപരി വികസിക്കും എന്നാണ് ഞങ്ങളുടെ പ്രത്യാശ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ അധികാരമണ്ഡലം, ബി സ്നേഹം, സി കരുണ, ഡി സമ്പത്ത്. ശരിയുത്തരം ഓപ്ഷൻ എ അധികാരമണ്ഡലം. 7-ാമത്തെ ചോദ്യം, അഭിമാനിക്കുന്നവൻ ആരിലാണ് അഭിമാനിക്കേണ്ടത്? ഓപ്ഷൻ എ മറ്റുള്ളവരിൽ, ബി സ്വയം, സി അവനവനിൽ, ഡി കർത്താവിൽ. ശരിയുത്തരം ഡി കർത്താവിൽ. 8-ാമത്തെ ചോദ്യം, ആരാണ് സ്വീകാര്യൻ എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ദൈവവിശ്വാസി, ബി കർത്താവ് കരുതുന്നവൻ, സി ദൈവം സ്നേഹിക്കുന്നവൻ, ഡി കർത്താവ് പ്രശംസിക്കുന്നവൻ. ശരിയുത്തരം ഓപ്ഷൻ ഡി കർത്താവ് പ്രശംസിക്കുന്നവൻ. 9-ാമത്തെ ചോദ്യം, ഞാനൊരു ഭോഷനായി പോകാൻ കൊറിന്തോസുകാരാണ് കാരണക്കാർ എന്ന് പൗലോസ്ലീഹ പറയുന്നതിന്റെ കാരണമെന്ത്? ഓപ്ഷൻ എ നിങ്ങൾ എന്നെ ശാസിക്കേണ്ടതായിരുന്നു, ബി നിങ്ങൾ എന്നെ കരുതേണ്ടതില്ലായിരുന്നു, സി നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു, ഡി നിങ്ങൾ എന്നെ സംരക്ഷിക്കണമായിരുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി നിങ്ങൾ എന്നെ പ്രശംസിക്കേണ്ടവരായിരുന്നു. ചോദ്യം 10, തെളിവുകളോടും അത്ഭുതങ്ങളോടും ശക്തികളോടും കൂടെ എല്ലാ തരത്തിലുമുള്ള സഹനങ്ങളിലും എന്താണ് നിങ്ങൾക്ക് നൽകപ്പെട്ടത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ വിശ്വാസം, ബി ദൈവത്തിന്റെ കരുതൽ, സി ഒരു അപ്പോസ്തലന് ചേർന്ന അടയാളങ്ങൾ, ഡി ദൈവിക അടയാളങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി ഒരു അപ്പോസ്തലനു ചേർന്ന അടയാളങ്ങൾ. ചോദ്യം 11, താൻ കാംക്ഷിക്കുന്നത് എന്താണെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ നിങ്ങളെ, ബി നിങ്ങളുടെ സമ്പത്ത്,
സി നിങ്ങളുടെ സ്നേഹം, ഡി നിങ്ങളുടെ കരുതൽ. ശരിയുത്തരം ഓപ്ഷൻ എ നിങ്ങളെ, അതായത് കോറിന്തോസുകാരെ. ചോദ്യം 12. താൻ എങ്ങനെ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി എനിക്കുള്ളതെല്ലാം ചെലവഴിക്കുകയും എന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്യും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ അതീവ സ്നേഹത്തോടെ, ബി അതീവ സന്തോഷത്തോടെ, സി കുറച്ച് സന്തോഷത്തോടെ, ഡി ഉത്തമ വിശ്വാസത്തോടെ. ശരിയുത്തരം ഓപ്ഷൻ ബി അതീവ സന്തോഷത്തോടെ. 13ാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് സമ്മതിക്കുമെങ്കിലും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ഞാൻ നിങ്ങളെ കരുതി, ബി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന്, ഓപ്ഷൻ സി ഞാൻ നിങ്ങളെ സംരക്ഷിച്ചു, ഓപ്ഷൻ ഡി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു. ശരിയുത്തരം ഓപ്ഷൻ ബി ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല എന്ന്. 14ാമത്തെ ചോദ്യം, തീത്തോസിന്റെ കൂടെ പൗലോസ്ലീഹ അയച്ചത് ആരെയാണ്? ഓപ്ഷൻ എ ഒരു കൂട്ടുകാരനെ, ബി ഒരു സഹോദരനെ, സി ആ സഹോദരനെ, ഡി വിശ്വാസിയെ. ശരിയുത്തരം ഓപ്ഷൻ സി ആ സഹോദരനെ. 15ാമത്തെ ചോദ്യം, എങ്ങനെയല്ലേ ഞാൻ പ്രവർത്തിച്ചത് എന്നാണ് പൗലോസ്ലീഹ ചോദിക്കുന്നത്? ഓപ്ഷൻ എ ദൈവവിശ്വാസത്തിൽ, ബി ഒറ്റക്കെട്ടായി, സി ഒരേ ആത്മാവിൽ, ഡി എല്ലാവരോടുമൊപ്പം. ശരിയുത്തരം ഓപ്ഷൻ സി ഒരേ ആത്മാവിൽ. 16ാമത്തെ ചോദ്യം, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ അഭ്യുന്നതിക്കു വേണ്ടി സമസ്തവും ക്രിസ്തുവിൽ പ്രസംഗിച്ചിരുന്നത് എവിടെയാണ്? ഓപ്ഷൻ എ വിജാതീയരോടൊപ്പം, ബി ദൈവത്തോടൊപ്പം, സി ദൈവ സമക്ഷം, ഡി ദൈവസ്നേഹത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ സി ദൈവസമക്ഷം. 17ാമത്തെ ചോദ്യം, 2 കോറിന്തോസ് അധ്യായം 12 പൗലോസ്ലീഹ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഏവ? ഓപ്ഷൻ എ 22, 24 വാക്യങ്ങൾ, ബി 23, 31 വാക്യങ്ങൾ, സി 20, 21 വാക്യങ്ങൾ, ഓപ്ഷൻ ഡി 18, 12 വാക്യങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി 20, 21 വാക്യങ്ങൾ. 18ാമത്തെ ചോദ്യം, എങ്ങനെയാണ് വിശുദ്ധി പൂർണ്ണമാക്കേണ്ടത്? ഓപ്ഷൻ എ ദൈവസ്നേഹത്തിൽ, ബി ദൈവ കരുണയിൽ, സി ദൈവഭയത്തിൽ, ഡി അവനിലുള്ള വിശ്വാസത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ സി ദൈവഭയത്തിൽ. 19ാമത്തെ ചോദ്യം, എനിക്ക് നിങ്ങളിൽ എന്തുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ദൈവത്തിന്റെ വിശ്വാസം, ബി ദൈവികമായ കരുതൽ, സി ഉത്തമ വിശ്വാസം, ഡി ഉത്തമ സ്നേഹം. ശരിയുത്തരം ഓപ്ഷൻ സി ഉത്തമ വിശ്വാസം. 20ാമത്തെ ചോദ്യം, 2 കോറിന്തോസ് 7:5 പ്രതിപാദിക്കുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ എ ജെറുസലേം, ബി മക്കെദോനിയ, സി ജെറീക്കോ, ഡി ഏദൻ. ശരിയുത്തരം ഓപ്ഷൻ ബി മക്കെദോനിയ. 21ാമത്തെ ചോദ്യം, എന്താണ് ഞങ്ങളെ സദാ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ വിഷമതകൾ, ബി രോഗങ്ങൾ, സി ക്ലേശങ്ങൾ, ഡി ദുരിതങ്ങൾ. ശരിയുത്തരം ഓപ്ഷൻ സി ക്ലേശങ്ങൾ. 22ാമത്തെ ചോദ്യം, ആശയറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം ആരുടെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പത്രോസിനെ, ബി ദൈവത്തിന്റെ, സി തീത്തോസിന്റെ, ഡി സുഹൃത്തുക്കളുടെ. ശരിയുത്തരം ഓപ്ഷൻ സി തീത്തോസിന്റെ. 23ാമത്തെ ചോദ്യം, പൗലോസ്ലീഹായുടെ എഴുത്ത് ആരെയാണ് ദുഃഖിപ്പിച്ചത്? ഓപ്ഷൻ എ മറ്റുള്ളവരെ, ബി സഭകളെ, സി വിശ്വാസികളെ, ഡി കോറിന്തോസുകാരെ. ശരിയുത്തരം ഓപ്ഷൻ ഡി കോറിന്തോസുകാരെ. 24ാമത്തെ ചോദ്യം, കോറിന്തോസുകാരുടെ ദുഃഖം എങ്ങനെയുള്ളതായിരുന്നു? ഓപ്ഷൻ എ ദൈവം ആഗ്രഹിച്ചത്, ബി ദൈവഹിതപ്രകാരമായിരുന്നു, സി ദൈവം കൽപ്പിച്ചത്, ഡി ദൈവം ഏൽപ്പിച്ചത്. ശരിയുത്തരം ഓപ്ഷൻ ബി ദൈവഹിതപ്രകാരമായിരുന്നു. 25ാമത്തെ ചോദ്യം, മരണത്തിലേക്ക് നയിക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ ഭൗതിക സന്തോഷം, ബി ലൗകികമായ ദുഃഖം, സി സ്നേഹം, ഡി ദൈവത്തിന്റെ കരുണ. ശരിയുത്തരം ഓപ്ഷൻ ബി ലൗകികമായ ദുഃഖം.
26ാമത്തെ ചോദ്യം, നിങ്ങൾ എല്ലാ പ്രകാരത്തിലും എന്താണ് തെളിയിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ സമ്പന്നനാണെന്ന്, ബി നിർദോഷനാണെന്ന്, സി കരുണയുള്ളവനാണെന്ന്, ഡി വിശ്വാസികളാണെന്ന്. ശരിയുത്തരം ബി നിർദോഷരാണെന്ന്. 27ാമത്തെ ചോദ്യം, എന്നെ ഭോഷനായി ആരും കരുതരുത് എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. ആരാണ് ഇങ്ങനെ പറയുന്നത്? ഓപ്ഷൻ എ പൗലോസ്ലീഹ, ബി പത്രോസ്, സി തീത്തോസ്, ഡി ദൈവം. ശരിയുത്തരം ഓപ്ഷൻ എ പൗലോസ്ലീഹ. 28ാമത്തെ ചോദ്യം, ആത്മപ്രശംസയിലുള്ള ദൃഢവിശ്വാസത്തോടെ ആരെപ്പോലെയാണ് താൻ സംസാരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ഒരു ഭോഷനെ പോലെ, ബി ഒരു ബുദ്ധിഹീനനെ പോലെ, സി വിശ്വാസിയെ പോലെ, ഡി സമ്പന്നനെ പോലെ. ശരിയുത്തരം ഓപ്ഷൻ എ ഒരു ഭോഷനെ പോലെ. 29ാമത്തെ ചോദ്യം, ബുദ്ധിമാന്മാരായ നിങ്ങൾ വിഡ്ഢികളോട് എന്ത് കാണിക്കാറുണ്ടല്ലോ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ സ്നേഹപൂർവം സഹിഷ്ണുത, ഓപ്ഷൻ ബി സന്തോഷപൂർവം സഹിഷ്ണുത, ഓപ്ഷൻ സി സ്നേഹപൂർവം കരുണ, ഓപ്ഷൻ ഡി സ്നേഹപൂർവം വിശ്വാസം. ശരിയുത്തരം ഓപ്ഷൻ ബി സന്തോഷപൂർവം സഹിഷ്ണുത. 30ാമത്തെ ചോദ്യം, ഉന്മത്തനെ പോലെ ഞാനും പറയുന്നു എന്ന് പറഞ്ഞ പൗലോസ്ലീഹ പറഞ്ഞതെന്ത്? ഓപ്ഷൻ എ ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണെന്ന്, ബി ഞാൻ നല്ലൊരു ദാസനാണെന്ന്, സി ദൈവത്തിന്റെ വിശ്വസ്തനാണെന്ന്, ഡി പത്രോസിന്റെ വിശ്വസ്തനാണെന്ന്. ശരിയുത്തരം ഓപ്ഷൻ എ ഞാൻ കുറെ കൂടെ മെച്ചപ്പെട്ട ദാസനാണ്. 31ാമത്തെ ചോദ്യം, ആരുടെ കയ്യിൽ നിന്നാണ് 5 പ്രാവശ്യം ഒന്നു കുറയെ 40 അടി വീതം താൻ കൊണ്ടതായി പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ വിജാതീയരുടെ, ബി യഹൂദരുടെ, സി ശത്രുക്കളുടെ, ഡി മറ്റുള്ളവരുടെ. ശരിയുത്തരം ഓപ്ഷൻ ബി യഹൂദരുടെ. 32ാമത്തെ ചോദ്യം, തുടരെയുള്ള യാത്രകൾക്കിടയിൽ നദികളിൽ വെച്ചും കൊള്ളക്കാരിൽ നിന്നും സ്വന്തക്കാരിൽ നിന്നും വിജാതീയരിൽ നിന്നും തനിക്ക് എന്ത് സംഭവിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ ഒറ്റപ്പെടുത്തലുണ്ടായി, ബി ഒഴിവാക്കപ്പെട്ടു, സി അപകടങ്ങളുണ്ടായി, ഡി തകർച്ചകളുണ്ടായി. ശരിയുത്തരം ഓപ്ഷൻ സി അപകടങ്ങളുണ്ടായി. 33ാമത്തെ ചോദ്യം, സകല സഭകളെയും കുറിച്ചുള്ള ഉത്കണ്ഠ പൗലോസ്ലീഹായെ അനുദിനം എന്തു ചെയ്തിരുന്നു? ഓപ്ഷൻ എ ബുദ്ധിമുട്ടിക്കുന്നു, ബി അലട്ടിക്കൊണ്ടിരുന്നു, സി വേദനിപ്പിക്കുന്നു, ഡി സ്വസ്ഥനാക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ ബി അലട്ടിക്കൊണ്ടിരുന്നു. 34ാമത്തെ ചോദ്യം, കർത്താവായ യേശുവിന്റെ ദൈവവും പിതാവും എന്നേക്കും വാഴ്ത്തപ്പെട്ടവനുമായ ദൈവം എന്തറിയുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ നിങ്ങൾ വ്യാജം പറയുകയില്ലെന്ന്, ബി ഞാൻ വ്യാജം പറയുകയില്ലെന്ന്, സി ഞാൻ കള്ളം പറയുകയില്ലെന്ന്, ഡി ഞാൻ അവിശ്വസിക്കുകയില്ലെന്ന്. ശരിയുത്തരം ഓപ്ഷൻ ബി ഞാൻ, അതായത് പൗലോസ്ലീഹ വ്യാജം പറയുകയില്ലെന്ന്. 35ാമത്തെ ചോദ്യം, മതിലിൽ ഉള്ള ഒരു കിളിവാതിലിലൂടെ കുട്ടയിൽ താഴേക്ക് ഇറക്കപ്പെട്ട പൗലോസ് ആരുടെ കൈകളിൽ നിന്നാണ് രക്ഷപ്പെട്ടത്? ഓപ്ഷൻ എ ശത്രുക്കളിൽ നിന്ന്, ബി അരേത്താസ് രാജാവിന്റെ ദേശാധിപതിയിൽ നിന്ന്, സി അരേത്താസ് രാജാവിന്റെ സൈന്യാധിപനിൽ നിന്ന്, ഡി അരേത്താസ് രാജാവിന്റെ മന്ത്രിയിൽ നിന്ന്. ശരിയുത്തരം ബി അരേത്താസ് രാജാവിന്റെ ദേശാധിപതിയിൽ നിന്ന്. 36ാമത്തെ ചോദ്യം, ഏത് കാര്യവും സ്ഥിരീകരിക്കേണ്ടിയിരുന്നത് എങ്ങനെ? ഓപ്ഷൻ എ 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ, ബി കുറേയധികം സാക്ഷികളുടെ, സി 3-4 സാക്ഷികളുടെ മൊഴിയിന്മേൽ, ഡി കുറച്ച് സാക്ഷികളുടെ. ശരിയുത്തരം ഓപ്ഷൻ എ 2-3 സാക്ഷികളുടെ മൊഴിയിന്മേൽ. 37ാമത്തെ ചോദ്യം, എപ്പോൾ താൻ ചെയ്തതുപോലെ ഇപ്പോൾ എന്റെ അസാന്നിധ്യത്തിലും അവർക്ക് താൻ താക്കീത് നൽകിയിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ അവസാന സന്ദർശനത്തിൽ, ബി എന്റെ ആദ്യ സന്ദർശനത്തിൽ, സി ഇനിയുള്ള സന്ദർശനങ്ങളിൽ, ഡി എന്റെ 2ാം സന്ദർശന വേളയിൽ. ശരിയുത്തരം ഓപ്ഷൻ ഡി എന്റെ 2ാം സന്ദർശന വേളയിൽ. 38ാമത്തെ ചോദ്യം,
ഞാൻ വീണ്ടും വന്നാൽ അവരെ വെറുതെ വിടുകയില്ല. ആരെ? ഓപ്ഷൻ എ പാപമോചനം നേടിയവർ, ബി നേരത്തെ പാപം ചെയ്തവരെയും മറ്റെല്ലാവരെയും, സി ഇപ്പോഴും പാപം ചെയ്യുന്നവർ, ഡി ഒരിക്കലും പാപം ചെയ്തിട്ടില്ലാത്തവർ. ശരിയുത്തരം ഓപ്ഷൻ ബി നേരത്തെ പാപം ചെയ്തവരെയും മറ്റെല്ലാവരെയും. 39ാമത്തെ ചോദ്യം, ക്രിസ്തു എന്നിലൂടെ സംസാരിക്കുന്നു എന്നതിന് തെളിവാണല്ലോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇവിടെ എന്നിലൂടെ എന്ന് പറഞ്ഞിരിക്കുന്നത് ആരെ പറ്റി? ഓപ്ഷൻ എ പത്രോസിനെ പറ്റി, ബി തീത്തോസിനെ പറ്റി, സി മോശയെ പറ്റി, ഡി പൗലോസ്ലീഹായെ പറ്റി. ശരിയുത്തരം ഓപ്ഷൻ ഡി പൗലോസ്ലീഹായെ പറ്റി. ചോദ്യം 40, നിങ്ങളോട് ഇടപെടുന്നതിൽ അവൻ, അതായത് ക്രിസ്തു ആരല്ല എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ മോശമല്ല, ബി ദുർബലനാണ്, സി ദുർബലനല്ല, ഡി അസഹിഷ്ണുവല്ല. ശരിയുത്തരം ഓപ്ഷൻ സി ദുർബലനല്ല. 41ാമത്തെ ചോദ്യം, ബലഹീനതയിൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയാൽ എന്തു ചെയ്തു? എ സ്നേഹിക്കുന്നു, ബി സംരക്ഷിക്കുന്നു, സി ജീവിക്കുന്നു, ഡി കരുതുന്നു. ശരിയുത്തരം ഓപ്ഷൻ സി ജീവിക്കുന്നു. 42ാമത്തെ ചോദ്യം, ആര് നിങ്ങളിൽ ഉണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലെങ്കിലാണ് ഞാൻ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ മോശ, ബി യേശുക്രിസ്തു, സി ദൈവം, ഡി പരിശുദ്ധാത്മാവ്. ശരിയുത്തരം ഓപ്ഷൻ ബി യേശുക്രിസ്തു. 43ാമത്തെ ചോദ്യം, തങ്ങൾ പരാജിതരായി കാണപ്പെട്ടാലും നിങ്ങൾ എന്തു ചെയ്യണം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ സ്നേഹത്തോടെ വർത്തിക്കണം, ബി വിശ്വാസം പകർന്നു നൽകണം, സി നന്മ പ്രവർത്തിക്കണം, ഡി തിന്മ പ്രവർത്തിക്കണം. ശരിയുത്തരം ഓപ്ഷൻ സി നന്മ പ്രവർത്തിക്കണം. 44ാമത്തെ ചോദ്യം, കർത്താവ് എന്നെ അധികാരപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളെ എന്തു ചെയ്യാനല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? എ വളർത്താനല്ല, ബി കരുതാനല്ല, സി നശിപ്പിക്കാനല്ല, ഡി സംരക്ഷിക്കാനല്ല. ശരിയുത്തരം ഓപ്ഷൻ സി നശിപ്പിക്കാനല്ല. 45ാമത്തെ ചോദ്യം, നിങ്ങളെ തന്നെ നവീകരിക്കുവിൻ, എന്റെ എന്ത് സ്വീകരിക്കുവിൻ എന്നാണ് തുടർന്ന് പറയുന്നത്? ഓപ്ഷൻ എ സ്നേഹം, ബി വിശ്വാസം, സി ആത്മസംയമനം, ഡി ആഹ്വാനം. ഓപ്ഷൻ ഡി ആഹ്വാനം ആണ് ശരിയുത്തരം. 46ാമത്തെ ചോദ്യം, ആരുടെ സൗമ്യതയുടെയും ശാന്തതയുടെയും പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ മോശയുടെ, ബി ക്രിസ്തുവിന്റെ, സി യേശുവിന്റെ, ഡി ദൈവത്തിന്റെ. ശരിയുത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ. 47ാമത്തെ ചോദ്യം, നിങ്ങളെ ജഡികന്മാരായി കരുതുന്നത് ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ കുറച്ചുപേർ, ബി മറ്റുള്ളവർ, സി എല്ലാവരും, ഡി ചിലർ. ശരിയുത്തരം ഓപ്ഷൻ ഡി ചിലർ. 48ാമത്തെ ചോദ്യം, ഞങ്ങളെ ജഡികന്മാരായി കരുതുന്ന ചിലരുണ്ട്, അവരെ എങ്ങനെ നേരിടാമെന്ന എന്ത് തനിക്കുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ശക്തമായി നേരിടാനുള്ള കരുത്ത്, ബി മറ്റുള്ളവരുടെ വിശ്വാസം, സി ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം, ഡി ദൈവത്തിന്റെ ശക്തി. ശരിയുത്തരം ഓപ്ഷൻ സി ധീരമായി നേരിടാമെന്ന ആത്മവിശ്വാസം. 49ാമത്തെ ചോദ്യം, ഞങ്ങളുടെ സമരായുധങ്ങൾ എന്തല്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പൂർണ്ണമല്ല, ബി ദൈവികമല്ല, സി ജഡികമല്ല, ഡി ദുഷിച്ചതല്ല. ശരിയുത്തരം ഓപ്ഷൻ സി ജഡികമല്ല. 50ാമത്തെ ചോദ്യം, ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദൈവത്തിൽ അവ ശക്തങ്ങളാണ്, എന്തിന്? ഓപ്ഷൻ എ പിശാചിനെ തകർക്കാൻ, ബി ആത്മാവിനെ ലഭിക്കാൻ, സി ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ, ഡി മറ്റ് ശക്തികളെ കീഴ്പ്പെടുത്താൻ. ശരിയുത്തരം ഓപ്ഷൻ സി ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ. 51ാമത്തെ ചോദ്യം, ക്രിസ്തുവിനെ അനുകരിക്കേണ്ടതിന് എന്തു ചെയ്യും എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, ബി എല്ലാവരെയും കരുതും, സി എല്ലാവരെയും സ്നേഹിക്കും, ഡി എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തും. ശരിയുത്തരം ഓപ്ഷൻ ഡി എല്ലാ ചിന്താഗതികളെയും കീഴ്പ്പെടുത്തും.
52-ാമത്തെ ചോദ്യം, നിങ്ങൾ എന്ത് കാണുക എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്. ഓപ്ഷൻ ബി, ദൈവത്തിന്റെ കരുണ. സി, കൺമുമ്പിലുള്ളത്. ഡി, വിശ്വാസമില്ലാത്തത്. ശരിയുത്തരം ഓപ്ഷൻ സി, കൺമുമ്പിലുള്ളത്. 53-ാമത്തെ ചോദ്യം, എന്തിനെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, ഞങ്ങളുടെ വിശ്വാസത്തെപ്പറ്റി. ബി, ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി. സി, മറ്റുള്ളവരോടുള്ള സ്നേഹത്തെപ്പറ്റി. ഡി, കരുതലിനെപ്പറ്റി. ശരിയുത്തരം ഓപ്ഷൻ ബി, ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി. 54-ാമത്തെ ചോദ്യം, ആരാണ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ, പത്രോസ്. ബി, ദൈവം. സി, മോശ. ഡി, കർത്താവ്. ശരിയുത്തരം ഓപ്ഷൻ ഡി, കർത്താവ്. 55-ാമത്തെ ചോദ്യം, അവരുടെ സമൃദ്ധിയിൽ നിന്ന് നിങ്ങളുടെ കുറവ് നികത്തപ്പെടുന്നതിന് നിങ്ങളുടെ ഇപ്പോഴത്തെ സമൃദ്ധിയിൽ നിന്ന് അവരുടെ കുറവ് നികത്തണമെന്നും അപ്രകാരം എന്തുണ്ടാകണം എന്നുമാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, സഹിഷ്ണുത ഉണ്ടാകണമെന്ന്. ബി, വിശ്വാസം ഉണ്ടാകണമെന്ന്. സി, സമത്വം ഉണ്ടാകണമെന്ന്. ഡി, സ്നേഹമുണ്ടാകണമെന്ന്. ശരിയുത്തരം ഓപ്ഷൻ സി, സമത്വം ഉണ്ടാകണമെന്ന്. 56-ാമത്തെ ചോദ്യം, ആർക്കാണ് കുറവും ഉണ്ടാകുന്നില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, കൂടുതൽ സമ്പാദിച്ചവന്. ബി, അല്പം സമ്പാദിച്ചവന്. സി, കുറച്ച് കരുതിയവന്. ഡി, കുറച്ച് സമ്പാദിച്ചവന്. ശരിയുത്തരം ഓപ്ഷൻ ബി, അല്പം സമ്പാദിച്ചവന്. 57-ാമത്തെ ചോദ്യം, നിങ്ങളെക്കുറിച്ചുള്ള എന്ത് തീത്തോസിന്റെ ഹൃദയത്തിൽ ഉദിപ്പിച്ച ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, ആത്മാർത്ഥമായ കരുതൽ. ബി, പൂർണ്ണമായ സ്നേഹം. സി, ആത്മാർത്ഥമായ താല്പര്യം. ഡി, പൂർണ്ണമായ വിശ്വാസം. ശരിയുത്തരം ഓപ്ഷൻ സി, ആത്മാർത്ഥമായ താല്പര്യം. 58-ാമത്തെ ചോദ്യം, വളരെ ഉത്സാഹത്തോടെ സ്വമനസ്സാലെ നിങ്ങളുടെ അടുത്തേക്ക് വന്നത് ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, പൗലോസ്ലീഹ. ബി, പത്രോസ്ലീഹ. സി, തീത്തോസ്. ഡി, യേശു. ശരിയുത്തരം ഓപ്ഷൻ സി, തീത്തോസ്. 59-ാമത്തെ ചോദ്യം, എന്ത് കൈകാര്യം ചെയ്യുന്നതിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, അദൃശ്യമായ ദാനം. ഓപ്ഷൻ ബി, പൂർണ്ണമായ സ്നേഹം. ഓപ്ഷൻ സി, ഉദാരമായ ഈ ദാനം. ഡി, ഉദാരമായ വിശ്വാസം. ശരിയുത്തരം ഓപ്ഷൻ സി, ഉദാരമായ ഈ ദാനം. 60-ാമത്തെ ചോദ്യം, ആരുടെയൊക്കെ മുമ്പാകെ ആദരണീയമായത് തങ്ങൾ ലക്ഷ്യമാക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, ദൈവത്തിന്റെയും ജാതീയരുടെയും. ഓപ്ഷൻ ബി, മനുഷ്യരുടെയും സുഹൃത്തുക്കളുടെയും. സി, കർത്താവിന്റെയും മനുഷ്യരുടെയും. ഡി, അവിശ്വാസികളുടെയും വിശ്വാസികളുടെയും. ശരിയുത്തരം കർത്താവിന്റെയും മനുഷ്യരുടെയും. 61-ാമത്തെ ചോദ്യം, നിങ്ങളിലുള്ള ഉത്തമ വിശ്വാസം നിമിത്തം അവനിപ്പോൾ എപ്രകാരമായിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, എല്ലാവരെയും കാൾ ഊർജ്ജസ്വലനായിരിക്കുന്നു. ബി, സ്നേഹിതനായിരിക്കുന്നു. സി, സർവോപരി ഉത്സാഹിയായി. ഡി, കരുണാപൂർവം പ്രവർത്തിക്കുന്നു. ശരിയുത്തരം പൂർവോപരി ഉത്സാഹിയായി. 62-ാമത്തെ ചോദ്യം, സഭകളുടെ അപ്പോസ്തലന്മാരും ക്രിസ്തുവിന്റെ മഹത്വവും എന്ന് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത് ആരെപ്പറ്റി? ഓപ്ഷൻ എ, കൂട്ടുകാരെ പറ്റി. ബി, സഹോദരന്മാരെ പറ്റി. സി, സഭകളെ പറ്റി. ഡി, വിശ്വാസികളെ പറ്റി. ശരിയുത്തരം ഓപ്ഷൻ ബി, സഹോദരന്മാരെ പറ്റി. 63-ാമത്തെ ചോദ്യം, നിങ്ങളുടെ സ്നേഹത്തിന്റെയും നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസയുടെയും തെളിവ് ആരുടെ മുമ്പാകെയാണ് ഇവർക്ക് നൽകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ, സ്നേഹിതരുടെ. ബി, സഭകളുടെ. സി, മനുഷ്യരുടെ. ഡി, വിശ്വാസികളുടെ. ശരിയുത്തരം ഓപ്ഷൻ ബി, സഭകളുടെ. 64-ാമത്തെ ചോദ്യം, എന്തുകൊണ്ട് ഒരു നേട്ടവുമില്ല എന്ന് തനിക്കറിയാം എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ, അവരെ ശാസിക്കുന്നത് കൊണ്ട്. ബി, മിത ഭക്ഷണം കൊണ്ട്. സി, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് കൊണ്ട്. ഡി, ആത്മപ്രശംസ കൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ഡി, ആത്മപ്രശംസ കൊണ്ട്. 65-ാമത്തെ ചോദ്യം,
14 വർഷം മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ ആരിൽ തനിക്കറിയാമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിൽ, ബി ക്രിസ്തുവിൽ, സി ശിഷ്യന്മാരിൽ, ഡി ദൈവത്തിൽ. ശരിയുത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൽ. 66-ാമത്തെ ചോദ്യം, അവാച്യവും മനുഷ്യന് വിവരിച്ചുകൂടാത്തതുമായ കാര്യങ്ങൾ അവൻ കേട്ടു. ആര്? ഓപ്ഷൻ എ 7-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ, ബി 4-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ, സി 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ, ഡി പരിശുദ്ധാത്മാവിന്റെ കൃപ നിറഞ്ഞ മനുഷ്യൻ. ശരിയുത്തരം ഓപ്ഷൻ സി 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട മനുഷ്യൻ. 67-ാമത്തെ ചോദ്യം, എന്നെ കുറിച്ച്, അതായത് പൗലോസിനെ കുറിച്ച് എന്തിലല്ലാതെ ഞാൻ അഭിമാനം കൊള്ളുകയില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ സ്വന്തം കഴിവുകളിൽ, ബി സ്വന്തം വിശ്വാസത്തിലല്ലാതെ, സി സ്വന്തം ബലഹീനതകളിലല്ലാതെ, ഡി ദൈവത്തിന്റെ പ്രേരണയിൽ. ശരിയുത്തരം ഓപ്ഷൻ സി സ്വന്തം ബലഹീനതകളിലല്ലാതെ. 68-ാമത്തെ ചോദ്യം, എന്തായിരിക്കും താൻ സംസാരിക്കുക എന്നാണ് പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്? ഓപ്ഷൻ എ സത്യമായിരിക്കും, ബി സ്നേഹത്തോടെ, സി കരുതലോടെ, ഡി അസത്യം. ശരിയുത്തരം ഓപ്ഷൻ എ സത്യമായിരിക്കും. പിശാചിന്റെ ദൂതൻ തന്നെ വിട്ടകലാൻ വേണ്ടി താൻ എത്ര പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ 2 പ്രാവശ്യം, ബി 4 പ്രാവശ്യം, സി 6 പ്രാവശ്യം, ഡി 3 പ്രാവശ്യം. ശരിയുത്തരം ഓപ്ഷൻ ഡി 3 പ്രാവശ്യം. 70-ാമത്തെ ചോദ്യം, ബലഹീനതയിൽ പൂർണ്ണമായി പ്രകടമാകുന്നത് എന്ത്? ഓപ്ഷൻ എ മോശയുടെ പ്രാർത്ഥന, ബി പത്രോസിന്റെ വിശ്വാസം, സി കർത്താവിന്റെ ശക്തി, ഡി പൗലോസിന്റെ തീഷ്ണത. ശരിയുത്തരം ഓപ്ഷൻ സി കർത്താവിന്റെ ശക്തി. 71-ാമത്തെ ചോദ്യം, ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ എങ്ങനെയുള്ളവനാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ സമ്പന്നനാണ്, ബി ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്, സി ക്രിസ്തുവിനെ പ്രതി അനുഗ്രഹീതനാണ്, ഡി ആശ്വാസവാനാണ്. ശരിയുത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. 72-ാമത്തെ ചോദ്യം, ബലഹീനനായിരിക്കുമ്പോൾ താൻ എന്തായിരിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പാപിയാവുന്നു, ബി ശക്തനായിരിക്കുന്നു, സി സന്തോഷിക്കുന്നു, ഡി ക്ലേശിക്കുന്നു. ശരിയുത്തരം ഓപ്ഷൻ ബി ശക്തനായിരിക്കുന്നു. 73-ാമത്തെ ചോദ്യം, മക്കദോനിയയിലെ സഭകളിൽ വർഷിക്കപ്പെട്ട എന്തിനെക്കുറിച്ച് നിങ്ങൾ അറിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിനെ കുറിച്ച്, ബി ദൈവകൃപയെക്കുറിച്ച്, സി ദൈവസ്നേഹം, ഡി ദൈവികമായ കരുണ. ശരിയുത്തരം ഓപ്ഷൻ ബി ദൈവകൃപയെക്കുറിച്ച്. 74-ാമത്തെ ചോദ്യം, ക്ലേശങ്ങളുടെ തീവ്രമായ പരീക്ഷയിൽ അവരുടെ, അതായത് മക്കദോനിയക്കാരുടെ എന്തെല്ലാമാണ് ഉദാരതയുടെ സമ്പത്തായി കരകവിഞ്ഞൊഴുകിയത്? ഓപ്ഷൻ എ ദാരിദ്ര്യവും സ്നേഹവും, ബി സന്തോഷവും സ്നേഹവും, സി ഔദാര്യപൂർവമായ സംഭാവന, ഡി സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. ശരിയുത്തരം ഓപ്ഷൻ ഡി സന്തോഷാധിക്യവും കൊടിയ ദാരിദ്ര്യവും. 75-ാമത്തെ ചോദ്യം, അവർ തങ്ങളുടെ കഴിവിനനുസരിച്ചും അതിൽ കവിഞ്ഞും തുറന്ന മനസ്സോടെ ദാനം ചെയ്തെന്ന് സാക്ഷ്യപ്പെടുത്താൻ തനിക്ക് സാധിക്കുമെന്ന് പറഞ്ഞത് ആര്? ഓപ്ഷൻ എ പൗലോസ്ലീഹ, ബി പത്രോസ്ലീഹ, സി പൗലോസിന്റെ കൂട്ടാളികൾ, ഡി തീത്തോസ്. ശരിയുത്തരം ഓപ്ഷൻ എ പൗലോസ്ലീഹ. 76-ാമത്തെ ചോദ്യം, തീത്തോസ് നിങ്ങളുടെ ഇടയിൽ, അതായത് കൊറിന്തോസുകാരുടെ ഇടയിൽ ആരംഭിച്ചിട്ടുള്ളത് എന്ത്? ഓപ്ഷൻ എ പുണ്യപ്രവൃത്തികൾ, ബി കാരുണ്യപ്രവൃത്തികൾ, സി സ്നേഹപ്രവൃത്തികൾ, ഡി നന്മപ്രവൃത്തികൾ. ശരിയുത്തരം ഓപ്ഷൻ ബി കാരുണ്യപ്രവർത്തനങ്ങൾ. 77-ാമത്തെ ചോദ്യം, ഞാൻ നിങ്ങളോട് എന്തു ചെയ്യുകയല്ലേ എന്നാണ് 2 കൊരിന്തോസ് 8:8 പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ സഹകരിക്കുകയല്ലേ, ബി ജീവിക്കുകയല്ലേ, സി ആജ്ഞാപിക്കുകയല്ലേ, ഡി കൽപ്പിക്കുകയല്ലേ. ശരിയുത്തരം ഓപ്ഷൻ ഡി കൽപ്പിക്കുകയല്ലേ. 78-ാമത്തെ ചോദ്യം, നിങ്ങളുടെ സ്നേഹം യഥാർത്ഥമാണെന്ന് എങ്ങനെ തെളിയിക്കുകയാണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ എല്ലാവരുടെയും സമ്മതത്തോടെ, ബി മറ്റുള്ളവരുടെ അറിവിലൂടെ,
സി മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ, ഡി മറ്റുള്ളവരുടെ ഇടപെടലുകളിലൂടെ. ശരിയുത്തരം ഓപ്ഷൻ സി മറ്റുള്ളവരുടെ ഉത്സാഹത്തിലൂടെ. 79ാമത്തെ ചോദ്യം, എത്ര വർഷം മുമ്പേ നിങ്ങൾ അഭിലഷിക്കാനും പ്രാർത്ഥിക്കാനും തുടങ്ങിയ ഈ കാര്യങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത് ഉത്തമമായിരിക്കും എന്ന് ഞാൻ ഉപദേശിക്കുന്നു എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ 5 വർഷം മുമ്പേ, ബി 4 വർഷം മുമ്പേ, ഓപ്ഷൻ സി 14 വർഷം മുമ്പേ, ഓപ്ഷൻ ഡി 1 വർഷം മുമ്പേ. ശരിയുത്തരം ഓപ്ഷൻ ഡി 1 വർഷം മുമ്പേ. 80ാമത്തെ ചോദ്യം, നിങ്ങളുടെ കഴിവിനനുസരിച്ച് പ്രവൃത്തിയിലും പ്രകടമാകേണ്ടത് എന്ത്? ഓപ്ഷൻ എ നിങ്ങളുടെ സന്തോഷവും സ്നേഹവും, ബി നിങ്ങളുടെ സമയവും സന്നദ്ധതയും, സി നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത, ഡി നിങ്ങളുടെ ആഗ്രഹവും കഴിവും. ശരിയുത്തരം ഓപ്ഷൻ സി നിങ്ങൾ ആഗ്രഹത്താൽ പ്രകടിപ്പിച്ച സന്നദ്ധത. 81ാമത്തെ ചോദ്യം, താല്പര്യത്തോടെയാണ് നിൽക്കുന്നത് എങ്കിൽ എന്താണ് കണക്കാക്കേണ്ടതില്ലാത്തത്? ഓപ്ഷൻ എ കഴിവില്ലായ്മ, ബി അറിവില്ലായ്മ, സി താല്പര്യമില്ലായ്മ, ഡി സമയമില്ലായ്മ. ശരിയുത്തരം ഓപ്ഷൻ എ കഴിവില്ലായ്മ. 82ാമത്തെ ചോദ്യം, അല്പം ഭോഷത്വം സംസാരിക്കുന്നത് നിങ്ങൾ സഹിക്കുമെന്ന് പ്രതീക്ഷിക്കുവാൻ കാരണമെന്താണ് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ നിങ്ങൾ എന്നും എന്നെ കരുതിയിട്ടുണ്ടല്ലോ, ഓപ്ഷൻ ബി നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ, സി നിങ്ങൾ എന്നോട് സഹിഷ്ണുത കാണിച്ചിരുന്നില്ലല്ലോ, ഓപ്ഷൻ ഡി വിജാതീയരോട് സഹിഷ്ണുത കാണിച്ചിട്ടുണ്ടല്ലോ. ശരിയുത്തരം ഓപ്ഷൻ ബി നിങ്ങൾ ഇപ്പോൾ തന്നെ എന്നോട് സഹിഷ്ണുത കാണിക്കുന്നുണ്ടല്ലോ. 83ാമത്തെ ചോദ്യം, എനിക്ക് നിങ്ങളോട് എന്തു തോന്നുന്നു എന്നാണ് പൗലോസ്ലീഹ കൊറിന്തോസുകാരോട് പറയുന്നത്? ഓപ്ഷൻ എ ദൈവികമായ അസൂയ, ബി ദൈവികമായ വിടുതൽ, സി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം, ഡി ദൈവികമായ സംരക്ഷണം. ശരിയുത്തരം ഓപ്ഷൻ എ ദൈവികമായ അസൂയ. 84ാമത്തെ ചോദ്യം, സർപ്പം ഹവ്വായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ കൊറിന്തോസുകാരുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള എന്തിലൊക്കെ നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്നാണ് പൗലോസ്ലീഹ ഭയപ്പെടുന്നത്? ഓപ്ഷൻ എ സമൃദ്ധിയിലും കരുണയിലും നിന്ന്, ഓപ്ഷൻ ബി സമൃദ്ധിയിലും വിശുദ്ധിയിലും നിന്ന്, ഓപ്ഷൻ സി ലാളിത്യത്തിലും സമൃദ്ധിയിലും നിന്ന്, ഓപ്ഷൻ ഡി ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. ശരിയുത്തരം ഓപ്ഷൻ ഡി ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന്. 85ാമത്തെ ചോദ്യം, നിങ്ങൾ കൈക്കൊണ്ടതല്ലാതെ എന്ത് നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ എന്നാണ് പൗലോസ്ലീഹ പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ എ വേറൊരു വിശ്വാസം, ബി മറ്റൊരു വിശ്വാസം, സി മറ്റൊരു സുവിശേഷം, ഡി വേറൊരു പ്രാർത്ഥന. ശരിയുത്തരം ഓപ്ഷൻ സി മറ്റൊരു സുവിശേഷം. 86ാമത്തെ ചോദ്യം, പൗലോസ് തന്നെ താഴ്ത്തിയത് എന്തിനു വേണ്ടിയാണ്? ഓപ്ഷൻ എ കൊറിന്തോസുകാരുടെ ഉത്കർഷത്തിനു വേണ്ടി, ബി കൊറിന്തോസുകാരുടെ വളർച്ചയ്ക്ക് വേണ്ടി, സി വിജാതീയരുടെ ഉയർച്ചയ്ക്ക് വേണ്ടി, ഡി വിജാതീയരുടെ രക്ഷയ്ക്ക് വേണ്ടി. ശരിയുത്തരം ഓപ്ഷൻ എ കൊറിന്തോസുകാരുടെ ഉത്കർഷത്തിനു വേണ്ടി. 87ാമത്തെ ചോദ്യം, മക്കദോനിയായിൽ നിന്ന് വന്ന സഹോദരന്മാർ പൗലോസ്ലീഹായുടെ ആവശ്യങ്ങൾ നിറവേറ്റിയതുകൊണ്ട് താൻ ആരെയും എന്തു ചെയ്തില്ല എന്നാണ് പൗലോസ്ലീഹ അവകാശപ്പെടുന്നത്? ഓപ്ഷൻ എ ഉപദ്രവിച്ചിട്ടില്ല, ബി അവിശ്വസിച്ചില്ല, സി ബുദ്ധിമുട്ടിച്ചില്ല, ഡി കഷ്ടപ്പെടുത്തിയില്ല. ശരിയുത്തരം ഓപ്ഷൻ സി ബുദ്ധിമുട്ടിച്ചില്ല. 88ാമത്തെ ചോദ്യം, തന്റെ ഈ പ്രശംസ അക്കായിയ പ്രദേശങ്ങളിൽ കേൾക്കപ്പെടാതെ ഇരിക്കുകയില്ല എന്ന് പൗലോസ്ലീഹ പറയുന്നതിന്റെ കാരണം എന്ത്? ഓപ്ഷൻ എ ക്രിസ്തുവിന്റെ സ്നേഹം എന്നിലുള്ളതുകൊണ്ട്, ബി ക്രിസ്തുവിന്റെ സത്യം എന്നിലുള്ളതുകൊണ്ട്, സി ദൈവത്തിന്റെ സത്യം എന്നിലുള്ളതുകൊണ്ട്, ഡി ക്രിസ്തുവിന്റെ കരുണ എന്നിലുള്ളതുകൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിന്റെ സത്യം എന്നിലുള്ളതുകൊണ്ട്. 89ാമത്തെ ചോദ്യം, തങ്ങളുടെ പ്രേക്ഷിത വേല ഞങ്ങളുടേതുപോലെ തന്നെയാണെന്ന് വൻപ് പറയുന്നവർ എങ്ങനെയുള്ള അപ്പോസ്തലന്മാരാണ്? ഓപ്ഷൻ എ നിർദോഷരായ അപ്പോസ്തലന്മാർ, ബി കപടനാട്യക്കാരായ അപ്പോസ്തലന്മാർ, സി ഉപദ്രവകാരിയായ അപ്പോസ്തലന്മാർ, ഡി കരുണയില്ലാത്ത അപ്പോസ്തലന്മാർ. ശരിയുത്തരം ഓപ്ഷൻ ബി കപടനാട്യക്കാരായ അപ്പോസ്തലന്മാർ. 90ാമത്തെ ചോദ്യം, അവരുടെ പരിണാമം അവരുടെ പ്രവൃത്തികൾക്കനുസൃതമായിരിക്കും. ആരുടെ? ഓപ്ഷൻ എ ശിഷ്യന്മാരുടെ, ബി ക്രിസ്തുവിന്റെ ശിഷ്യന്മാരുടെ, സി പിശാചിന്റെ സേവകരുടെ, ഡി പിശാചിന്റെ ശുശ്രൂഷകരുടെ.
ശരിയുത്തരം ഡി. പിശാചിന്റെ ശുശ്രൂഷകരുടെ. 91-ാമത്തെ ചോദ്യം, വിശുദ്ധർക്ക് വേണ്ടിയുള്ള എന്തിനെപ്പറ്റി ഞാൻ നിങ്ങൾക്ക് എഴുതേണ്ടതില്ല എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ കരുതൽ, ബി ശുശ്രൂഷയെപ്പറ്റി, സി സ്നേഹത്തെപ്പറ്റി, ഡി സംഭാവനയെപ്പറ്റി. ശരിയുത്തരം ഓപ്ഷൻ ബി ശുശ്രൂഷയെപ്പറ്റി. 92-ാമത്തെ ചോദ്യം, നിരവധി ആളുകൾക്ക് ഉത്തേജനം നൽകിയിട്ടുള്ളത് എന്തെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ നിങ്ങളുടെ സ്നേഹം, ബി നിങ്ങളുടെ തീഷ്ണത, സി തെസ്സലോനിക്കരുടെ വിശ്വാസം, ഡി തെസ്സലോനിക്കരുടെ കരുണ. ശരിയുത്തരം ഓപ്ഷൻ ബി നിങ്ങളുടെ തീഷ്ണത. 93-ാമത്തെ ചോദ്യം, നിങ്ങളെക്കുറിച്ചുള്ള ഞങ്ങളുടെ പ്രശംസ എന്താകാതിരിക്കാനാണ് സഹോദരന്മാരെ ഞാൻ അയച്ചിരിക്കുന്നത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ നിരർത്ഥകമാകാതിരിക്കാൻ, ബി നഷ്ടപ്പെടാതിരിക്കാൻ, സി വ്യർത്ഥമാകാതിരിക്കാൻ, ഡി മരണപ്പെടാതിരിക്കാൻ. ശരിയുത്തരം ഓപ്ഷൻ എ നിരർത്ഥകമാകാതിരിക്കാൻ. 94-ാമത്തെ ചോദ്യം, എനിക്ക് മുമ്പേ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങൾ വാഗ്ദാനം ചെയ്ത എന്ത് സജ്ജമാക്കാൻ ആണ് സഹോദരന്മാരെ പ്രേരിപ്പിക്കുക ആവശ്യമാണെന്ന് ഞാൻ കരുതിയത് എന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പരസ്പരം നന്മ ചെയ്യാൻ, ബി സ്നേഹപൂർവം സംഭാവന നൽകാൻ, സി സംഭാവന സമൃദ്ധമായി നൽകാൻ, ഡി ഉദാരമായ സംഭാവന. ശരിയുത്തരം ഓപ്ഷൻ ഡി ഉദാരമായ സംഭാവന. 95-ാമത്തെ ചോദ്യം, ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത് എങ്ങനെ? ഓപ്ഷൻ എ മറ്റുള്ളവരുടെ ഇഷ്ടമനുസരിച്ച്, ബി സ്വന്തം തീരുമാനമനുസരിച്ച്, സി ആർക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ, ഡി എല്ലാവരോടും സഹവർത്തിത്വത്തോടെ. ശരിയുത്തരം ഓപ്ഷൻ ബി സ്വന്തം തീരുമാനമനുസരിച്ച്. 96-ാമത്തെ ചോദ്യം, ദൈവം സ്നേഹിക്കുന്നത് ആരെ? ഓപ്ഷൻ എ സമാധാനത്തോടെ നൽകുന്നവനെ, ബി സന്തോഷപൂർവ്വം നൽകുന്നവനെ, സി കരുണ കാണിക്കുന്നവനെ, ഡി സ്നേഹപൂർവ്വം നൽകുന്നവനെ. ശരിയുത്തരം ഓപ്ഷൻ ബി സന്തോഷപൂർവ്വം നൽകുന്നവനെ. 97-ാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം സദാ സമൃദ്ധമായി ഉണ്ടാകാനും സൽകൃത്യങ്ങൾ ധാരാളമായി ചെയ്യാനും വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും സമൃദ്ധമായി നൽകാൻ കഴിവുള്ളവൻ ആരെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ കർത്താവ്, ബി യേശു, സി മോശ, ഡി ദൈവം. ശരിയുത്തരം ഓപ്ഷൻ ഡി ദൈവം. 98-ാമത്തെ ചോദ്യം, എന്താണ് എന്നേക്കും നിലനിൽക്കുന്നത്? ഓപ്ഷൻ എ അവന്റെ സ്നേഹം, ബി ദൈവത്തിന്റെ കരുണ, സി അവന്റെ നീതി, ഡി അവന്റെ അനുഗ്രഹം. ശരിയുത്തരം ഓപ്ഷൻ സി അവന്റെ നീതി. 99-ാമത്തെ ചോദ്യം, നിങ്ങൾ ഉദാരശീലരാകേണ്ടതിന് ദൈവം നിങ്ങളെ എല്ലാവിധത്തിലും സമ്പന്നരാക്കുകയും അത് ഞങ്ങളിലൂടെ ദൈവത്തിന് എന്തായി പരിണമിക്കുകയും ചെയ്യുമെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ കൃതജ്ഞതാസ്തോത്രമായി, ബി നന്മയായി, സി അനുഗ്രഹമായി, ഡി കൃതജ്ഞതാ ബലിയായി. ശരിയുത്തരം ഓപ്ഷൻ ഡി കൃതജ്ഞതാ ബലിയായി. ചോദ്യം 100, അവൻ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാണ് പൗലോസ്ലീഹ പറയുന്നത്? ഓപ്ഷൻ എ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമുള്ളത് കൊണ്ട്, ബി നിങ്ങളിൽ ദൈവം വസിക്കുന്നത് കൊണ്ട്, സി നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം, ഡി നിങ്ങൾ നന്നായി സംസാരിക്കുന്നത് കൊണ്ട്. ശരിയുത്തരം ഓപ്ഷൻ സി നിങ്ങളിൽ മികച്ചു നിൽക്കുന്ന ദൈവകൃപ നിമിത്തം. ഇങ്ങനെ 100 ചോദ്യങ്ങളാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ 2 കൊരിന്തോസിൽ നിന്ന് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ന്യായാധിപന്മാരിൽ നിന്നും ഇതുപോലെ 100 ചോദ്യങ്ങളുടെ ഒരു വീഡിയോ ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എല്ലാവരും നന്നായി പഠിക്കുക. എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.